ഒരുപാട് പാഠങ്ങൾ പഠിച്ചു അല്ലേ? അതിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? പറയൂ. അത് നമുക്കിന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കാം. എന്താ, തയ്യാറല്ലേ? കഴിഞ്ഞ അധ്യായത്തിൽ പുതിയൊരു പാഠമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അതെ, അത് വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പാളിച്ച പോലും വരാൻ പാടില്ല. ആട്ടെ, നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആശ്രമത്തിലെത്തിയത്? അല്ലയോ മുനിവര്യ, അങ്ങ് നാട്യശാസ്ത്രം രചിച്ചത് മുതൽ ഞങ്ങളുടെ മനസ്സിൽ അനേകം ചോദ്യങ്ങൾ ഉദിച്ചു വന്നു. അവയുടെ ഉത്തരങ്ങൾ തേടിയാണ് ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് എത്തിയിരിക്കുന്നത്. സംശയം എന്തായാലും അത് തീർത്ത് തന്നെ പോകണം. എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, മടിക്കേണ്ട. അല്ലയോ ഗുരുദേവ, നാട്യശാസ്ത്രത്തിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? നാട്യശാസ്ത്രം എന്നത് വെറും നാടകത്തിന് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു കലയല്ല. അതിൽ ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളുമുണ്ട്. കാമക്രോധ ലോഭമോഹങ്ങളാൽ വലയുന്ന മനുഷ്യ സമൂഹത്തിന്റെ മുഖം കൂടിയാണ്. മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുമൂലമുണ്ടാകുന്ന കലഹങ്ങളും കണ്ടുമടുത്ത ദേവേന്ദ്രൻ ഇവർക്കൊരു കലാരൂപമുണ്ടെങ്കിൽ അവർ ആ പ്രവൃത്തികളിൽ മുതിരാതെ കലയിലൂടെ നീതി, ന്യായം, ധർമ്മം, സത്യം എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകും എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി രൂപം കൊടുത്ത കലയാണ് നാടകം. അല്ലയോ ഗുരുദേവ, വേദങ്ങൾ എന്ന് പറയുന്നത് അറിവിന്റെ കലവറയാണല്ലോ. ഈ ലോകത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അതിലടങ്ങിയിരിക്കുന്നു. പിന്നെ എന്തിനാണ് പുതിയൊരു ശാസ്ത്രം? അതോ, എല്ലാ ജനങ്ങൾക്കും, അതായത് സാധാരണക്കാരായ എല്ലാ ജനങ്ങൾക്കും വേണ്ടി, എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകത്തക്ക രീതിയിൽ വേണം അത് തയ്യാറാക്കാൻ. അതിനെ പറ്റിയ മാർഗമാണ് നാടകം. നാടകത്തിലെല്ലാം ഉണ്ട്. അതിലൂടെ വിദ്യാഭ്യാസവും ദേശീയ ബോധവും വളർത്തിയെടുക്കാൻ നമ്മെ സഹായിക്കും എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ 4 വേദങ്ങൾ ഒരുമിച്ച് ചേർത്ത് 5ാമതൊരു വേദം നിർമ്മിച്ചു. അതാണ് നാട്യശാസ്ത്രം. 4 വേദങ്ങൾ ഒരുമിച്ച് ചേർന്നു. അത്ഭുതം തന്നെ. അതെങ്ങനെ സാധിക്കും ഗുരുദേവ? അത് നിങ്ങളിപ്പോൾ കേൾക്കുന്നില്ല. ഇത് ബ്രഹ്മദേവൻ ഋഗ്വേദത്തിൽ നിന്നും സ്വീകരിച്ചതാണ്. സാമവേദത്തിൽ നിന്ന് സംഗീതവും യജുർവേദത്തിൽ നിന്ന് അഭിനയവും അഥർവവേദത്തിൽ നിന്ന് രസങ്ങളും സ്വീകരിച്ചു. അങ്ങനെ 4 വേദങ്ങളുടെയും സമഞ്ജസ സമ്മേളനമാണ് നാട്യശാസ്ത്രം. അപ്പോൾ ഗുരുദേവ, ഈ നാടകം ദേവന്മാർക്ക് വേണ്ടി മാത്രമാണോ രൂപപ്പെടുത്തിയിരിക്കുന്നത്? അല്ലേ? ഈ ചോദ്യം രാക്ഷസന്മാർ ബ്രഹ്മാവിനോട് ചോദിച്ചതാണ്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഇത് ഒരു വിഭാഗത്തിന്റെയും മാത്രം കലയല്ല, ഇതെല്ലാ വിഭാഗത്തിനും കൂടിയുള്ളതാകും. അതായത് രാക്ഷസന്മാർക്കും ദേവന്മാർക്കും മനുഷ്യരാശിക്കും വേണ്ടിയുള്ള കലയാണ് നാട്യശാസ്ത്രം. നാടകത്തിൽ എല്ലാ ഭാവങ്ങളും. ഇത്രയും ഭാവങ്ങളുള്ള ഒരു കല നാടകമല്ലാതെ മറ്റൊന്നില്ല. വളരെ അത്ഭുതം തന്നെ. സമസ്ത സൃഷ്ടികളുടെയും ഒരു കൂട്ടായ്മ, സമസ്ത ചരാചരങ്ങളും കൂട്ടായ ഒരു കല, അതാണ് നാടകം. നാട്യകല എല്ലാ കലകൾക്കും അടിസ്ഥാനമാണ് കുട്ടി. മുനിശ്രേഷ്ഠ, നാട്യകല അത്ഭുതകരമായ ഒരു കല തന്നെയാണ്. ഇത് വളരെ അത്യാവശ്യവുമാണ്. നമുക്ക് ജീവിക്കാൻ ശ്വാസം എങ്ങനെയോ അതുപോലെ തന്നെയാണ് നാട്യകലയും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം നാട്യകലയെ വേണ്ട രീതിയിൽ സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് അതിന്റെ മഹത്വം ആൾക്കാർ മനസ്സിലാക്കാത്തത്? മുനികുമാര, നമ്മളെല്ലാവരും കലാകാരന്മാരാണ്. നമ്മൾ ഒന്നും മോഹിച്ചുകൊണ്ടല്ല ഇതിലേക്ക് കടന്നു വന്നത്. അത് നമ്മുടെ കടമയാണ്. ഈ കലയെ ഉപാസിച്ചാൽ അതിന്റെ ഗുണം നമുക്ക് തന്നെയാണ്. നാടകം എന്നത് കേവലം ഒരു കല മാത്രമല്ല, ഈ സമൂഹത്തിന്റെ കണ്ണാടി കൂടിയാണ്. ഈ വേദിയുടെ 4 കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് കടന്ന് മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. അതാണ്
നാടകം എന്ന കലയുടെ ശക്തി. അതിലൂടെ സ്വർഗതുല്യമായ ഒരു ജീവിതം നമുക്ക് സമ്മാനിക്കും. അതിന് യാതൊരു സംശയവും വേണ്ടെന്ന് വരിക. കലയില്ലാത്ത സമൂഹം എന്നത് മൃഗതുല്യമായ ഒരു ജീവിതമാണ്. എന്റെ രംഗസജ്ജീകരണ മേലധികാരിയുടെ പുത്രൻ അതാ നാടകാവതരണത്തിനുള്ള സമയമായി എന്ന് അറിയിച്ചുകൊണ്ട് നമ്മളെല്ലാം സ്വാഗതം ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. വരും, നമുക്ക് അങ്ങോട്ട് പോകാം. നിറവിന്നാത്മദ്യുതിയായും സഹസ്രാർത്ഥസാരസ